1 തിമോഥെയോസ് അധ്യായം 5. പ്രായം ചെന്നവനെ ശകാരിക്കാതെ പിതാവിനെ എന്ന പോലെ പ്രബോധിപ്പിക്കുക. പ്രായം കുറഞ്ഞ പുരുഷന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും കരുതി പ്രബോധിപ്പിക്കണം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ അവർ സ്വന്തം കുടുംബത്തിൽ തന്നെ ദൈവഭക്തി പ്രായോഗികമാക്കി തങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമാണ്. യഥാർത്ഥത്തിൽ വിധവയും ഏകാകിനിയുമായവൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും തുടരുന്നു. എന്നാൽ ഭോഗാസക്തയായി ജീവിക്കുന്ന വിധവ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവളാണ്. വിധവമാർ അപവാദരഹിതരായിരിക്കേണ്ടതിന് ഇവ നീ ആജ്ഞാപിക്കുക. ബന്ധുക്കൾക്കും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം വെടിഞ്ഞവനും അവിശ്വാസിയേക്കാൾ അധമനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്നവളും കുഞ്ഞുങ്ങളെ വളർത്തുക, അതിഥികളെ സൽക്കരിക്കുക, വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുക, പ്രയാസത്തിൽ കഴിയുന്നവരെ സഹായിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങളാൽ കീർത്തി നേടിയവളുമായ വിധവയെ മാത്രമേ വിധവമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവൂ. പ്രായം കുറഞ്ഞ വിധവമാരെ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുക. അവർ ക്രിസ്തുവിനെതിരായി ഭോഗാസക്തിക്ക് വിധേയരാകുമ്പോൾ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ആദ്യ പ്രതിജ്ഞ ലംഘിക്കയാൽ അവർ കുറ്റക്കാരായി തീരും. അവർ അലസരായി വീടുതോറും നടന്ന് മിനക്കെടുക മാത്രമല്ല, വായാടികളായി അരുതാത്തത് സംസാരിച്ചുകൊണ്ട് പരകാര്യ പ്രസക്തരായി തീരുകയും ചെയ്യും. അതിനാൽ പ്രായം കുറഞ്ഞവർ പുനർവിവാഹം ചെയ്ത് അമ്മമാരായും കുടുംബകാര്യങ്ങൾ നടത്തിയും കൊണ്ട് ശത്രുവിന് അപവാദത്തിനുള്ള അവസരം ഒട്ടും കൊടുക്കാതിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ചിലർ ഇപ്പോൾ തന്നെ സാത്താന്റെ പിന്നാലെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു വിശ്വാസിനിക്ക് കുടുംബത്തിൽ വിധവമാരുണ്ടെങ്കിൽ അവൾ തന്നെ അവരെ സഹായിക്കണം. സഭയെ ഭാരപ്പെടുത്തരുത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിധവമാരെ സഹായിക്കാൻ സഭയ്ക്ക് സാധിക്കുമല്ലോ. നന്നായി സഭാപരിപാലനം നടത്തുന്ന മൂപ്പന്മാരെ, പ്രത്യേകിച്ചും വചനത്തിന്റെ പ്രബോധനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നും വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നും തിരുവെഴുത്ത് പറയുന്നുവല്ലോ. 2 or 3 സാക്ഷികൾ കൂടാതെ ഒരു മൂപ്പനെതിരെ ആരോപണം സ്വീകരിക്കരുത്. പാപത്തിൽ തുടരുന്നവരെ പരസ്യമായി ശാസിക്കണം. മറ്റുള്ളവർ അത് കേട്ട് ഭയപ്പെടട്ടെ. നീ മുഖപക്ഷം കൂടാതെ പ്രവർത്തിക്കണമെന്നും മുൻവിധി കൂടാതെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഞാൻ ദൈവത്തെയും ക്രിസ്തു യേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. കൈവയ്പ് നടത്തുന്നതിൽ തിടുക്കം കാട്ടരുത്. അന്യരുടെ പാപങ്ങളിൽ പങ്കാളിയാവുകയും അരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. നിന്റെ ഉദരാസ്വാസ്ഥ്യവും കൂടെയുള്ള അസുഖങ്ങളും നിമിത്തം മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞും ഉപയോഗിച്ചു കൊള്ളുക. ചിലരുടെ പാപങ്ങൾ അവർക്ക് മുമ്പേ ന്യായവിധിക്കായി എത്തുന്നു. അവ അത്ര പ്രകടമാണ്. മറ്റു ചിലരുടെ പാപങ്ങളോ അവരെ പിന്തുടരുന്നതേയുള്ളൂ. അതുപോലെ സൽപ്രവർത്തികളും പ്രകടമാണ്. പ്രകടമല്ലാത്തവയും മറഞ്ഞിരിക്കുകയില്ല.